നമുക്ക് GBP/JPYയിലും ഒരു ട്രേഡ് സെറ്റപ്പ് കാണുന്നുണ്ട്. ഒരു പെൻഡിങ് ലിക്വിഡിറ്റി, അതായത് മാർക്കറ്റ് ഈ ഒരു പോർഷനിലേക്ക് വന്ന് ഒന്നുകൂടെ ടാപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇതാണ്. ഞാനിപ്പോൾ ലൈനായിട്ട് വരച്ച് ചെയ്യാം, നിങ്ങളത് ഏകദേശം ഒരു സോണായിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഇവിടുന്ന് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ടാപ്പ് ചെയ്ത് നമുക്കൊരു റിയാക്ഷൻ പ്രോപ്പറായിട്ട്, അതായത് ബയ്യേഴ്സിൻ്റെ അഗ്രഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 198.840 എന്നുള്ളൊരു സോണിലേക്ക് നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതിപ്പോൾ കൺഫേം ആയിട്ടില്ല, നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇവിടെ നമുക്കൊരു ട്രേഡ് എൻട്രി എക്സിക്യൂട്ട് ആയിട്ടില്ല. എനിക്ക് GBP/JPYയിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് വേണം. എന്നിട്ടിത് ഇവിടുന്ന് റിവേഴ്സൽ ചെയ്യണം. ഇനി ഇതിപ്പോൾ ഓക്കെയാണ്. ഇവിടെ നിന്നിട്ട് ഇനി ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്, ഇത് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു, ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ടാപ്പ് ചെയ്തു, ഇവിടെ നിന്ന് അപ്സൈഡ് ബ്രേക്ക് ചെയ്യുക, ഇതിനെ ടാപ്പ് ചെയ്തിട്ട് ഈ ഒരു സോണിലേക്ക്, ഇതാണ് നമ്മുടെ ഒരു ട്രേഡ് പ്ലാൻ. ഇതും നമുക്ക് 1:2.5 RR ഉണ്ട്, റിസ്ക് റിവാർഡുണ്ട്. നമുക്ക് ഇതും ഓക്കെയാണ്. ഈ ട്രേഡ് സെറ്റപ്പ് ഇത് ആക്റ്റീവ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഇതും നമുക്ക് ഓക്കെയാണ്. അപ്പം GBP/JPYയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്കൊരു കൺഫർമേഷൻ തരാത്തത്രയും കാലം നമ്മൾ അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് എടുക്കേണ്ട കാര്യമില്ല. ഇത് ആരെങ്കിലും ഒന്ന് ട്രാപ്പ് ചെയ്യണം. കാരണം താഴത്തേക്ക് ഒന്ന് സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്താൽ മാത്രമേ ഇത് ഈ ഒരു പെൻഡിങ് ലിക്വിഡിറ്റിയിലേക്ക് വരത്തുള്ളൂ. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റണം. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. 316 ആ ഒരു സോണിലേക്ക് വരുമ്പോൾ നോക്കിയാൽ GBP/JPY ഫുൾ എന്താണെന്ന് വിക്കാണ്. ഈ ഒരു സോണിന് മേളിൽ അത് പ്രോപ്പറായിട്ട് ക്ലോസ് ആവുന്നില്ല. ഇതൊന്ന് ലൈറ്റ് ആക്കാം. ഇതാണെന്നുണ്ട് ഈ ഒരു സോണിൻ്റെ താഴത്തത് ക്ലോസ് ആവുന്നില്ല. അപ്പോൾ ഇത് പയ്യെ എന്താണ് ഒരു സപ്പോർട്ട് സോണായിട്ട് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇതിൻ്റെ മേളിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ ഒന്ന് പ്രോപ്പറായിട്ട് ക്ലോസ് ആവണം. റൈറ്റ്. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് താഴത്തേക്ക് എടുക്കാം. നമുക്ക് അവിടുന്ന് ഇതിപ്പം ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്.
നമുക്ക് നോക്കാം. ഞാനേ ഫൈനൽ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ അനാലിസിസ് പ്രോപ്പറായിട്ട് വർക്ക് ആയിരിക്കുകയാണ്. GBP/JPYയിലും നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.